എൻ്റെ 40 വർഷത്തെ 40 പ്രൊജക്റ്റുകളിലെ 40 കണ്ടുപിടുത്തങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന ഈ 987 8 കഴിഞ്ഞു അല്ലേ, 87 88 ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കും. 988 അഥവാ പലയിടത്തും ടെലിഫോൺ ലൈൻ ഉണ്ട്. എൻ്റെ ബ്രൈറ്റ് എന്ന് പറയുന്ന ഷോപ്പ് ഉണ്ടായിരുന്നു രണ്ടത്താണിയിൽ, അവിടെ ടെലിഫോൺ ഇല്ല. എൻ്റെ വീട്ടിലും ടെലിഫോൺ ഇല്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട് എൻ്റെ കൂടെ, അവൻ്റെ പേരും ഹംസ എന്നായിരുന്നു. അവൻ്റെ വീടും എൻ്റെ വീടിൻ്റെ സെൻട്രലാണ്. ആദ്യം അങ്ങാടി രണ്ടത്താണി, പിന്നെ ഹംസയുടെ വീട്, അത് കഴിഞ്ഞാൽ എൻ്റെ വീട്. ഞങ്ങൾ രണ്ടുപേരെ വീട്ടിലും ടെലിഫോൺ ഇല്ല, എൻ്റെ പീഡിയയിലും ടെലിഫോൺ ഇല്ല. പലയിടത്തും ടെലിഫോൺ ഇങ്ങനെ വന്നു, 2 ഡിജിറ്റ് ഡയൽ ചെയ്താൽ കിട്ടുന്ന ടെലിഫോൺ വന്നു. എനിക്കൊരു താല്പര്യം, ഈ ടെലിഫോണൊക്കെ ഒന്ന് എൻ്റെ വീട്ടിലും വേണം, സ്വന്തമായി ഉണ്ടാക്കണം. അതെങ്ങനെ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ച് സ്വന്തം ഉണ്ടാക്കുക അല്ലേ? കേൾക്കുമ്പോൾ മഹാത്ഭുതം തോന്നൂലേ? എന്നാൽ ടെലിഫോൺ എക്സ്ചേഞ്ച് ഉണ്ടാക്കണം, എന്തും ഉണ്ടാക്കുക എന്നത് എൻ്റെ വലിയൊരു താല്പര്യമായിരുന്നു. അത് വാങ്ങാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ ഉണ്ടാക്കാൻ അതെല്ലാവർക്കും കഴിയില്ല. അത് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം വളരെ വലുതാണ്. അങ്ങനെ കോഴിക്കോട് പോളി മാർക്കറ്റിൽ പോയി കുറേ പഴയ ഫോണുകൾ കളക്ട് ചെയ്തു. എങ്ങനത്തെ തിരിക്കുന്ന റിങ്ങായി തിരിക്കുന്നതാണ് അന്ന് കേട്ടോ, ടച്ചൊന്നുമില്ല കേട്ടോ, പുഷ് ബട്ടണൊന്നുമില്ല. ഇങ്ങനെ ഒരു റിങ് ഉണ്ട് വെച്ച് ഇങ്ങനെ കറക്കുമ്പോൾ ടിക് 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 എന്ന് പറഞ്ഞാൽ തിരിച്ചു വരും. പൾസ് ഡയലിംഗ് എന്ന് പറയും. ഈ സാധനം ഒരു 4-5 പോളി മാർക്കറ്റിൽ നിന്ന് എക്സ്ചേഞ്ചിൽ നിന്നൊക്കെ ഒഴിവാക്കി കേട് വന്നത് 4-5 മേടിച്ച് കൊണ്ടുവന്ന് നേരെ ടേബിളിലൊക്കെ ഇങ്ങനെ തുടച്ചിങ്ങനെ വെച്ച് കണ്ടാൽ അത് കറക്റ്റാണ്. നേരെ അതിൽ നിന്നൊരു വയറെടുത്ത് ഒരു 50 വോൾട്ട് AC വോൾട്ട് എന്ന് പറയും. നമ്മളെ 220 നിന്നും സ്റ്റെപ്പ് ഡൗൺ ചെയ്തെടുക്കുന്ന ഒരു AC 50 കേട്ടോ, 220 നിന്നും താഴ്ത്തിയിട്ട് 50 വോൾട്ട് എടുത്തിട്ട് ഈ ടെലിഫോൺ ലൈന് കണ്ടു കൊടുത്താൽ ശരിക്കും ട്രറെന്ന് ബെല്ലടിക്കും. ഒരു സ്വിച്ചും വെച്ചാൽ മതി. ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കല്ല, ആനന്ദിക്കുക, എന്താ പറയുക, സന്തോഷം കാണാം. നമ്മൾ തന്നെ ബെല്ലടിക്കും, നമ്മൾ തന്നെ അത് എടുത്തു വന്നിട്ട് ഇങ്ങനെ ഹലോ എന്ന് പറയും. വെറുതെ ഒരു തമാശ, കുട്ടികളുടെ അടിയിലൊക്കെ ഇങ്ങനെ ആളാവുക. പക്ഷെ ഇങ്ങനെ കളിച്ച ഈ സാധനം ഒറിജിനലായി എന്തുകൊണ്ട് പ്രവർത്തിപ്പിച്ചൂടാ? അങ്ങനെ 2 ഫോണുകൾ പരസ്പരം കണക്ട് ചെയ്ത് അതിനകത്തേക്ക് ഇതുപോലത്തെ ഒരു വോൾട്ടൊക്കെ കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർകോമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ പീഡിയയിൽ ബ്രൈറ്റ് ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞ പീഡിയയിൽ ഇതിനെ കുറച്ചുകൂടി കേബിൾ ഡിസ്റ്റൻസ് കൊടുത്ത് എൻ്റെ വീട്ടിലെത്തും. വേറൊന്നുമില്ല അതിനകത്ത്. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു കുഞ്ഞു സാധനമാണ്, ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പാർട്സ് വെച്ചിട്ട് പഴയ പാർട്സുകൾ ഉണ്ടാക്കിയെടുക്കുന്ന. പക്ഷെ വയറ് വലിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ഏകദേശം 1 കിലോമീറ്ററൊക്കെ കാണും ഇങ്ങനെ ചുറ്റി വണങ്ങി പോകുമ്പോൾ. പക്ഷെ അത്തരം 1 കിലോമീറ്റർ വയറ് വലിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു റിസ്ക്കാണ്. അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ ഹംസ പറഞ്ഞത്, ആദ്യം എൻ്റെ വീട്ടിലേക്ക് വലിക്കുക ഒരു 300-200 മീറ്റർ ഉണ്ടാവുള്ളൂ. രാത്രി നേരം പുലരുമ്പോഴേക്കിന് കേബിൾ വലിക്കണം, ആളുകൾ കണ്ടാൽ ഒച്ച ഉണ്ടാക്കും. ഹൈവേ ക്രോസ് ചെയ്യണം, അതിന് ഓപ്പാലത്തിൻ്റെ ഉള്ളിലൂടെ എടുക്കാൻ തീരുമാനമായി. ഇങ്ങനെ പീടിയുടെ ഓഡിറ്റിൻ്റെ ബാക്കിലൂടെ രാത്രി പാതിര നേരത്ത് കോണി വെച്ച് കയറി വേലിക്കമ്പി വാങ്ങുക. വേലിക്കമ്പിയേ ഉള്ളു കിട്ടാൻ. 2 വേലിക്കമ്പി മുട്ടാണ്ട് കൊണ്ടുപോകണം, 2 കൂടെ. ഇത് കണക്റ്റാൻ പാടില്ല. ഇങ്ങനെ കെട്ടി ഹംസയുടെ വീട്ടിൽ ഒരു ദിവസം കൊണ്ട് ഹംസയുടെ വീട്ടിലെത്തി. ഫോൺ വെല്ലടിക്കാൻ തുടങ്ങി. ഞാൻ ഇവിടുന്ന് വിളിക്കണ്, അവൻ എടുക്കണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് ആയി. ഹംസൻ്റെ വീട്ടിൽ ഫോണായി, പീഡിയയിലും ഫോണായി. ആളുകൾക്ക് ഇതറിയില്ല, ഇത് ഈ 2 കണക്ഷൻ മാത്രമാണ് എന്നൊന്നും അറിയില്ല. ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം ഈ ലൈൻ എൻ്റെ വീട്ടിലേക്ക് എത്തിക്കലാണ്. ഏകദേശം 1 മാസം എടുത്തു എൻ്റെ വീട്ടിലേക്ക് ആ വേലിക്കമ്പി വലിച്ചെത്താൻ. ഓരോ രാത്രി 20 മീറ്റർ 30 മീറ്റർ മരത്തിൻ്റെ മേലൂടെ കയറി കെട്ടും. ഒരിക്കൽ രാത്രി കല്ലറൊക്കെ കിട്ടിയിട്ടുണ്ട്. ആരാടാ മരത്തിൻ്റെ മേലേന്ന്? ഞങ്ങൾ കമ്പി കെട്ടുകയാണ്. എന്താ അവിടെ പരിപാടി? ഒച്ച ഉണ്ടാക്കണ്ട, ഞങ്ങൾ ഇങ്ങനെ പരിപാടിയാണ്, ഞങ്ങൾ കള്ളന്മാരല്ല എന്ന് പറഞ്ഞാൽ ആളൊക്കെ കൂടി രാത്രി കള്ളനാണെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അവരൊക്കെ സപ്പോർട്ട് ചെയ്ത് ഏതായാലും 1 മാസം കൊണ്ട് വയറ് വലിച്ച് വീട്ടിലേക്ക് എത്തിച്ച്, കടയിൽ നിന്ന് ഡയൽ ചെയ്ത വീടിന്ന് കടയിലേക്കും കമ്പി വലിച്ച് ഫോൺ ചെയ്തു. 1988 ആദ്യമായി ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഹംസയാണ്.